ഡിയർ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തക്കാളി മോരുകറിയാണ്. അതിനായിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇത് 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയുമാണ്. അത് ചെറുതായി അരിഞ്ഞതാണ്. അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയാൽ മാത്രം മതി, അധികം മൂത്ത് പോകരുത്. മൂത്ത് പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ഇതൊരു 2 ചെറിയ തക്കാളിയാണ്, അത് ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് ഒരു 3 പച്ചമുളകുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അത് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ തക്കാളി നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഉടഞ്ഞു പോകണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കടിക്കാൻ വേണമെങ്കിൽ ആ രീതിക്കോ അല്ലെങ്കിൽ നന്നായി ഉടച്ചോ ഏത് രീതിക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇതൊരു 1/4 ടീസ്പൂൺ ഇല്ല, 1 നുള്ള് ഉലുവ വറുത്ത് പൊടിച്ചതും 2 നുള്ള് ജീരകം വറുത്ത് പൊടിച്ചതുമാണ്. അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഇതൊരു 2 കപ്പ് മോരാണ്. ഞാൻ 1.5 കപ്പ് തൈര്, ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അതുകൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് തിളച്ച് പോകാൻ അനുവദിക്കരുത്. തിളച്ച് കഴിഞ്ഞ് പിരിഞ്ഞു പോകും. അതുകൊണ്ട് നന്നായി ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചിടണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കും. ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട്. ഇത് 2 വറ്റൽമുളകാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. മുളകൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇതൊരു 3 ചെറിയ ഉള്ളിയാണ്, അത് ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഉള്ളി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തക്കാളി മോരുകറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് മുന്നേ ഒരു കളറിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുത്ത് ഈ എണ്ണയുടെ ചൂടിൽ അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത്. താളിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. അതിൻ്റെ താളിച്ചതിൻ്റെ ടേസ്റ്റ് എല്ലാം കറിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ടേസ്റ്റിയായ തക്കാളി മോരുകറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്